രാധേ രാധേ. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനം. നാരായണീയം ഹാള്. അവിടെ വിശിഷ്ട അതിഥിയായി ഗാനരചയിതാവും കവിയുമായ ഹരിനാരായണൻ. അവിടെ നാരായണീയം ഹാളില് സംഗീത സെമിനാർ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച് നാരായണീയം ആത്മാർത്ഥമായി പാടുകയും ഗുരുവായൂരപ്പന്റെ കഠിന ഭക്തയാവുകയും നാരായണീയം ആലാപനത്തിലൂടെ ജനങ്ങൾ ഹൃദയം കവരുകയും ചെയ്ത പ്രശസ്ത ഗായിക കൃഷ്ണശ്രീ സെമിനാറിൽ പങ്കെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭഗവാന്റെ പ്രസാദമൂട്ടും ഭക്ഷിക്കുകയാണ്. അപ്പോൾ കൃഷ്ണശ്രീക്ക് ഒരാഗ്രഹം, ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി ചുറ്റില്, അതായത് അകത്ത് കയറാൻ പറ്റത്തില്ല, പുറത്തു നിന്ന് കൊടിമരത്തിന്റെ അവിടെ നിന്ന് ഭഗവാനെ തൊഴണം. അപ്പോൾ കൃഷ്ണശ്രീ അടുത്തിരുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞു, അവര് സെമിനാറിൽ പങ്കെടുത്തതാണ്, അവരെ അവിടെ വെച്ച് ആദ്യമായി കാണുകയാണ്, ചേച്ചി ഞാൻ പോയെന്ന് പുറത്തു നിന്ന് തൊഴുതിട്ട് വരാം. അപ്പൊ അവര് പറയുകയാണ്, എന്റെ ഹസ്ബൻഡ് ദേവസ്വം ബോർഡിലാണ്, ഞാൻ കുറച്ചു മുമ്പ് പോയതേ ഉള്ളൂ, എങ്കിലും കൃഷ്ണശ്രീക്ക് വേണ്ടി വരാം. കൃഷ്ണശ്രീയുടെ കയ്യും പിടിച്ചുകൊണ്ട് അവര് പോവുകയാണ്. അകത്ത് കയറുന്നു, ഗുരുവായൂരപ്പനെ ഭംഗിയായി തൊഴുന്നു, നട അടയ്ക്കാൻ പോകുന്നു. ഇത് പറയുമ്പോൾ കൃഷ്ണശ്രീ രോമാഞ്ചം കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം കൃഷ്ണശ്രീയുടെ കയ്യും പിടിച്ചു കൊണ്ടുപോയത് ശരിക്കും ദേവസ്വം ബോർഡിലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രൂപത്തിൽ വന്ന, അല്ലെങ്കിൽ ഭാര്യയുടെ ശരീരത്തിലേക്ക് കയറിയ ഗുരുവായൂരപ്പനാണ്. പീതാംബരം ധരിച്ചു മയിൽപീലിയും ചൂടിയ ഗുരുവായൂരപ്പൻ കൃഷ്ണശ്രീയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുന്നത് എനിക്കറിയാം, ഞാൻ കാണുന്നു. ഗുരുവായൂരപ്പൻ പറയുകയാണ്, വാ കൃഷ്ണശ്രീ, വാ കൃഷ്ണശ്രീ, നടയടയ്ക്കാൻ പോകുന്നു. നടയടയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ഓടിവാ, ഓടിവാ എന്നെ കാണാൻ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ.